മക്കളെ, അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മുടെ ടീക്കുട്ടിയുടെ ആനുവൽ ഡേയുടെ റിഹേഴ്സൽ ഡേ ആണ് കേട്ടോ. അപ്പൊ ഈ ബ്ലൗസ് ഇട്ടിട്ടാണ് ടീക്കുട്ടി ആനുവൽ ഡേന് കളിക്കുന്നത്. അപ്പൊ ഫിറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി കൊടുത്തു വിട്ടാട്ടോ. പിന്നെ തലയിലിടുന്ന വടി ഉണ്ടല്ലോ, അത് വാങ്ങിയത് കോളായി ഗൈസ്, വലുതായി പോയി. പിന്നെ വെപ്പ് കൂടി ഉണ്ട് ഗൈസ്. അപ്പൊ അതൊക്കെയാണ് നന്നായി ചിരിച്ചു കളിക്കോ? ആരൊക്കെ എല്ലാരും ചിരിച്ചു കളിക്കില്ലേ? ചിരിച്ചു കളിക്കില്ലേ? അങ്ങനെ നമ്മുടെ റിഹേഴ്സൽ സ്റ്റേജിൽ ടീക്കുട്ടി നിൽക്കുന്നത് എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു മഴയുടെ ബേസ്ഡ് ആയിട്ടുള്ള ഒരു പാട്ടാണ് കേട്ടോ. അപ്പോൾ ബാക്കിയെല്ലാം നമുക്ക് വീഡിയോയിൽ കാണാം. കുറച്ച് പോർഷൻസ് ഞാൻ എടുത്തിട്ടുണ്ട്. ബാക്കി നമുക്ക് റിയൽ ആനുവൽ ഡേക്ക് കാണാം. അതുപോലെ ടീക്കുട്ടിയാണ് ആ ഒരു വൈറ്റ് ക്ലോത്ത് ഇങ്ങനെ എടുക്കുന്നത്. അപ്പോൾ അവിടെ എടുക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്തോ എവിടെയോ സ്ട്രക്കായ പോലെ തോന്നി. പിന്നെ കുഴപ്പമില്ല കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണ് ടിയ? ആദ്യം സ്കൂൾ വിട്ട് വന്നതാണ് കേട്ടോ. അതാണ് ഇപ്പം ഇത്രയും വിശപ്പ് എന്ന് വരുന്നത്. ഇന്നത്തെ വീട് എന്ന് പറയുന്നത് ഞങ്ങളുടെ ആനുവൽ ഡേ മറ്റന്നാളാണ് ഗൈസ്. അപ്പോൾ ഇന്നൊരു വൈകുന്നേരത്ത് എനിക്ക് നാളെ പ്രാക്ടീസ് ഉണ്ട്. അപ്പൊ ഞങ്ങളുടെ ടോപ്പ് മാത്രം പാന്റ് ഒന്നും ഇല്ല, സ്കേർട്ട് ഇല്ല, ടോപ്പ് മാത്രം തന്നു വിട്ടിട്ടുണ്ട്. ഇങ്ങോട്ട് ഇരിക്കുമെങ്കിൽ നിന്നെ കാണുന്നില്ല. ഓക്കെ, ടോപ്പ് മാത്രം തന്നു വിട്ടിട്ടുണ്ട്. ഇവിടെ 2 കളേഴ്സ് ഉണ്ട് ഞങ്ങളുടെ ഗ്രൂപ്പില്. പിങ്കോ അല്ല റെഡ്. അപ്പൊ എന്തായാലും കാണാം, ഈ വീഡിയോയിൽ കാണാം ഗൈസ്. അപ്പൊ നമ്മള് എല്ലാം സെറ്റാക്കി ഇന്ന് പോവാണ് ആനുവൽ ഡേ എങ്ങനെയാണെന്ന് അറിയാനല്ലേ. അപ്പൊ നിങ്ങളുടെ ആനുവൽ ഡേ എപ്പോഴാണെന്നുള്ള ഡേറ്റ് ഒക്കെ അറിയാനും കമന്റ് ചെയ്തോളൂ. ഓക്കെ. ടോപ്പ് അടിപൊളിയായിട്ടുണ്ട്. സ്കേർട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. ടോപ്പ് ഒന്ന് കമ്മലുണ്ട്. നമ്മുടെ കമ്മല് പ്രശ്നമാണ്. ഈ കമ്മൽ അഴിക്കണം. ഇത് ഗോൾഡിനെയാണ്, നമുക്കിത് അഴിക്കാൻ പറ്റില്ല. എന്നാലും നമ്മൾ മാക്സിമം ട്രൈ ചെയ്യാം ടിയ. നല്ല ബ്യൂട്ടിഫുൾ കമ്മലാണെന്നാ പറഞ്ഞിട്ടിയ. ഓക്കെ, അപ്പൊ സ്കൂൾ വിട്ട് വന്നാണ്. ബാക്കി ഒന്ന് ഫ്രഷ് ആയിട്ട് വാ. ഇന്ന് ടീക്കുട്ടിയുടെ ആനുവൽ ഡേ റിഹേഴ്സലിന് നമ്മൾ പോവാണ് അല്ലേ ടിയ? ലൈവായിട്ട് നമ്മൾ ആനുവൽ ഡേ റിഹേഴ്സലിന് പോവാണ്. അപ്പോൾ ഇപ്പോൾ സമയം ഉച്ചയ്ക്ക് 1 മണിയാണ് കേട്ടോ. അപ്പോൾ 4 മണി തൊട്ടാണ് നമ്മുടെ സ്കൂളിൽ റിഹേഴ്സൽ വന്നിരിക്കുന്നത്. സ്കൂളിലേക്ക് പോകുന്നത് പോണിട്ടൈൽ കെട്ടിയിട്ടാണ് വരാൻ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ സ്റ്റേജിൽ ശരിക്കും എങ്ങനെയാണോ പ്രാക്ടീസ് ചെയ്യുന്നത് അതേപോലെ, പ്രാക്ടീസ് അല്ല, പ്രോഗ്രാം അവതരിപ്പിക്കുന്നത് അതേപോലെ നമ്മൾ റിഹേഴ്സൽ കണ്ടക്ട് ചെയ്യാൻ പോകണം അല്ലേ ടിയ? അത് ഞാൻ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാൻ പോവാണ് ഗൈസ്. എന്താ താഴെയിട്ട് പൊട്ടിച്ചേ? എന്താ കേടിപ്പാറു താഴെയിട്ട് പൊട്ടിച്ചേ? നോക്കട്ടെ, ഇങ്ങോട്ട് നോക്ക്. ഓക്കെ, അപ്പൊ ഇതാണ് ലുക്ക് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ ആനുവൽ ഡേയുടെ റിഹേഴ്സൽ വീഡിയോ ആണ് കേട്ടോ നിങ്ങളിന്ന് കാണുന്നത്. ഇതാണ് നമുക്ക് സ്കൂളിൽ നിന്ന് എന്താ ടിയ ഇട്ട് നോക്കാൻ തന്നതാണ് അല്ലേ? ഫിറ്റ് ആവുന്നുണ്ടോ ഇല്ലയോ നോക്കാൻ തന്നതാണ്. ടോപ്പ് വെച്ച് ഇനി ഇതിൽ ഒരു ഗ്രീൻ സ്കേർട്ടാണ്. നമുക്ക് സോറി ഗൈസ്, ബ്ലൂ സ്കേർട്ട്. നമുക്ക് ട്രാൻസിഷൻ എടുക്കണം അല്ലേ? യെസ്. എങ്ങനെയൊക്കെ ആവുമെന്നൊന്നും അറിയില്ല. ടീക്കുട്ടി കാണുമോന്ന് പോലും എനിക്കറിയില്ല കേട്ടോ. നോക്കട്ടെ കോസ്റ്റ്യൂം വെച്ച് നോക്കിയാൽ. അപ്പോൾ ഇതാണ് നമ്മുടെ കോസ്റ്റ്യൂം. പിന്നെ ഇതിൻ്റെ കൂടെ ടീച്ചേഴ്സ് കുറച്ച് സാധനങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാ ടിയ? ഇതാ ഈ ഒരു സാധനം കേട്ടോ. ഇത് ചെറുതാവണം തോന്നുന്നുണ്ട്. ഫോട്ടോ സാരില്ല. പിന്നെ എന്തൊക്കെയാ നമ്മൾ വാങ്ങി? പിന്നെ കുറച്ച് സ്ലൈഡ്സ് വാങ്ങാൻ പറഞ്ഞിരുന്നു. ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ ഈ ആനുവൽ ഡേയിലേക്കൊക്കെ. പിന്നെ മുടി ഇത് അതായത് കുറച്ച് ചിലപ്പോഴേ അങ്ങനെ ആവശ്യമുള്ളൂ. അപ്പോൾ ആനുവൽ ഡേ എപ്പോഴാണെന്നൊക്കെ കമൻറ്റ് ചെയ്തോളൂ. അതുപോലെ തന്നെ ഓഡിയോ ഒക്കെ ഞാൻ അയച്ചു തരാം കേട്ടോ. എങ്ങനെയാണ് ടീക്കുട്ടി ഫസ്റ്റ് ടൈം ആട്ടോ ഇത് ഇങ്ങനെയൊന്നും അല്ല. എവിടെ നോക്കട്ടെ എന്നാ ഇങ്ങനെയാണോ മുടി വെക്കുന്നത് ഗൈസ്? മുടിയൊക്കെ വെപ്പ് മുടി. അപ്പോൾ മുടിയെല്ലാം നമ്മൾ എടുത്തിട്ട് ഒക്കെ ഒന്ന് സെറ്റാക്കി വെക്കുക കേട്ടോ, സ്കൂളിലേക്കൊക്കെ ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അവർ വാങ്ങിക്കാൻ പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെയായിരുന്നു മുത്തേ? ഇതിലുള്ള സാധനങ്ങളാണ്. അതൊക്കെ എല്ലാവരും വാങ്ങിക്കുന്നത് തന്നെയാണ്. കുറച്ച് ബോബി പിൻസ്, അതായത് ഹെയർ പിൻസ്, പിന്നെ കുറച്ച് സ്ലൈഡ്സ്, സേഫ്റ്റി പിൻസ്, പിന്നെ ചരട്. അതിനി എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ല അല്ലടാ? യെസ്. അതിനേക്കാളും നല്ലത് നമ്മുടെ സ്നാക്സ് ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് ഇത് കഴിക്കാൻ വേണ്ടി മാത്രം പോകുന്നതാണ് കേട്ടോ. നമ്മൾ ന്യൂട്രല്ല ടോസ്റ്റ് ആണെന്ന് കൊടുത്തിട്ടിരിക്കുന്നത്. വാവ്. മതി പ്ലീസ് ഗൈസ്. എന്താ പിന്നെ ഇത്? പൈസ ദൈവമേ, അതൊക്കെ പൂപ്പലായി ഗൈസ്. എത്രയോ മാസങ്ങളായിട്ടോ ഈ ബാഗ് ഇപ്പൊ കൊണ്ടുപോയിട്ട്. അപ്പൊ ഇതിനു വേണ്ടി ഇതെന്തായാലും നീ കയ്യിൽ വെച്ച് എന്തെങ്കിലും ഒരു എമർജൻസി വന്നാലോ. വെച്ചോ എന്നാ
എവിടെ ഗൈസ് ഇത് നോക്കിയേ പൈസകളൊക്കെ ആക്കി വെച്ചിരിക്കണേ. അത് കുറേ ആയിട്ടോ ശ്രദ്ധിച്ചില്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ. പിന്നെ ഇങ്ങനെ ചെയ്യരുതേ. ഇതെല്ലാം കൂടി ഇത് പഴയ ബാഗാട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ആ ബോക്സ് അതിൽ അങ്ങനെ കിടക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ സ്കൂളിലോട്ട് പോവുകയാണ്. നമ്മളല്ല, ടീക്കുട്ടിയാണ് സ്കൂളിലോട്ട് പോകുന്നത്. ഞാനൊരു 6 o'clock വിളിക്കാൻ പോവാം. അപ്പോൾ ഇന്ന് ടീക്കുട്ടിയുടെ ലൈവായിട്ട് റിഹേഴ്സൽ കാണാമല്ലോ ടിയ. യെസ്, എല്ലാവരുടെയും കിട്ടുന്നില്ല, എന്നാലും മാക്സിമം നിമിഷം ട്രൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നന്നായി ചിരിച്ചു കളിക്കോ ടിയ? നന്നായി ചിരിച്ചു കളിക്കോ? ആരൊക്കെ? എല്ലാവരും ചിരിച്ചു കളിക്കില്ലേ? ചിരിച്ചു കളിക്കില്ലേ? ആ, നന്നായി ചിരിച്ചു കളിക്കണം. ഓക്കെ, എന്നാലേ വീഡിയോയിൽ വരുമ്പോ ഭംഗി ഉണ്ടാവും. കളിക്കില്ലേ ടിയ നീ? ഇതിലാരാ? നമ്മുടെ ഇഷിത. ഹായ് ഐഷി. ഈശിക്ക് നാണം വന്നോ? ഈശി റോക്ക് ഗേൾ അല്ലേ? നന്നായി കളിച്ചിട്ടില്ല. നീയാണ് ഫ്രണ്ടിൽ നിൽക്കണ ഇഷിത. ഇനി ടിയക്ക് ഭയങ്കര ഉണ്ട്. എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ ടിയ. ബൈ 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 ബൈ. മാരിയായിക്ക് നേരെ കളിച്ചോ. അവരെല്ലാവരും ഉള്ളതുകൊണ്ട് ഞാനൊന്നും പറയാണ്ടിരിക്കുകയാണ്. പിന്നെ ടിയ, ഞാനൊക്കെ നന്നായി ഞങ്ങൾ നന്നായി കളിക്കണ്ട. അപ്പൊ ഇപ്പൊ ഭരതനാട്യം ഇഷി പറയുമ്പോ സൂക്ഷിച്ച് പറയണം. കമന്റ്സ് നിമിഷാന്റെ ഓഫാക്കേണ്ട വരും അവസ്ഥ വരരുത്. പ്രോ ഡാൻസേഴ്സിന്റെ മുഖമൊക്കെ ഒന്ന് കാണട്ടെ ഞാന്. സോ നമ്മുടെ റിഹേഴ്സൽ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. സോ ഫസ്റ്റ് ടീക്കുട്ടിയുടെ എൻട്രി ആണ്. അപ്പോൾ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്ന ആ കൊടുവ് കൊണ്ടുവരുന്ന ആളാണ് നമ്മുടെ ടീക്കുട്ടി. അപ്പോൾ എല്ലാവരും നോക്കിക്കോളൂ. പറ്റുന്ന രീതിയിൽ ഞാൻ റിഹേഴ്സൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങി വിത്തിനെ നനച്ച് തളിരിൽ വിരിയിക്കുന്നത് മഴ. ഗ്രീഷ്മാനുഭത്തിൽ സാന്ത്വന ഗീതമായവൻ മഴ. കവിതയായി, കഥയായി, ചിന്തയായി, സ്വപ്നമായി.
ചിരിച്ചിട്ടാ വരും. ഒന്ന് ചിരിക്കുക. ഇവൾക്ക് ഒന്ന് ചിരിച്ചുകൂടടാ നിനക്ക്. ചിരിച്ചോ? അത് ഞാൻ ഇട്ടില്ല ക്ലാസ്സിൽ. എന്താണ് അങ്ങനെ നമ്മുടെ റിഹേഴ്സൽ എല്ലാം കഴിഞ്ഞു. അത് ഇവിടെ നോക്കിയ സ്കൂളൊക്കെ അടിപൊളിയായി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഡാഡി ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ആനുവൽ ഡേ നാളെയാണ് റിയൽ ആനുവൽ ഡേ എന്ന് പറയുന്നത്. അപ്പോൾ ചിപ്പി അമ്മ നാളെ ഞാൻ പ്രോഗ്രാം കഴിയുന്നവരോട് നിൽക്കണ്ടാ. അപ്പൊ ആരുടെ കൂടെ മുത്ത് വരിക? അമ്മ ഞാനില്ല. മമ്മയ്ക്ക് ഇപ്പൊ തന്നെ വിശക്കണം. മമ്മ കാർ എവിടെയാ പാർക്ക് ചെയ്തിരിക്കണേ? മമ്മയ്ക്കൊന്നും അത്ര വലിയ കപ്പാസിറ്റി ഇല്ലടാ. ഡാഡി വരികയാണെങ്കിൽ നീ കൂട്ടിക്കൊണ്ടുവെക്കും. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മളിതേ ചിപ്പു അങ്ങനെ നമ്മുടെ ആനുവൽ ഡേ റിഹേഴ്സൽ ഒരുവിധം നന്നായി കളിച്ചു കേട്ടോ. എക്സ്പ്രഷൻ വളരെ നന്നായിരുന്നു. ടിയ കുറച്ച് ചിരിക്കണം കേട്ടോ. ഇനി അടുത്ത ടൈമിൽ ചിരിക്കില്ലടാ ഇല്ലേ ഗൈസ്? നന്നായി ചിരിച്ച് ഡാൻസ് കളിക്കുക. അപ്പം നിങ്ങളുടെ ആനുവൽ ഡേ ഒക്കെ എപ്പോഴാണെന്നൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ടിയ ഒരു ബൈ ബൈ.